IIT ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4th സെമിസ്റ്ററിലെ റോഡ് എഞ്ചിനീയറിംഗ് എന്ന പുതിയ മൊഡ്യൂളാണ് ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മൊഡ്യൂളിൽ റോഡിൻ്റെ എലമെൻസും ഇതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ ടേംസും ക്ലാസിഫിക്കേഷൻസുമാണ് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ. ആദ്യം നമുക്ക് എന്താ ട്രാൻസ്പോർട്ടേഷൻ എന്ന് നോക്കാം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാൻ പല തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കീപ് ദ പീപ്പിൾ മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. Transportation contributes an important role in the economic, industrial and cultural development of a country. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക്, ഇൻഡസ്ട്രിയൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റിന് ട്രാൻസ്പോർട്ടേഷന് ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. നമ്മൾ പല തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഇറ്റ് ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 4 types: റോഡ്വേസ്, റെയിൽവേസ്, വാട്ടർവേസ് ആൻഡ് എയർവേസ്. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന 4 തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡാണ് റോഡ്വേ, റെയിൽവേ, വാട്ടർവേ ആൻഡ് എയർവേ. ആദ്യം നമുക്ക് റോഡ്വേസ് എന്താണെന്ന് നോക്കാം. റോഡ്വേസ് ആർ ദ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓർ കമ്മ്യൂണിക്കേഷൻ ഓൺ ലാൻഡ് ഫോർ കൺവേയിങ് മെൻ, മെറ്റീരിയൽ ആൻഡ് ഇൻഫോർമേഷൻ ഫ്രം വൺ പാർട്ട് ടു അനദർ പാർട്ട് ഓഫ് ദ കൺട്രി. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ആളുകൾക്ക് പോവാനും മെറ്റീരിയൽസും ഇൻഫർമേഷൻസും കൺവേ ചെയ്യാനും ഉപയോഗിക്കുന്ന ഈസി മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് റോഡ്വേ. ട്രാൻസ്പോർട്ടേഷൻ ബൈ റോഡ് ഈസ് ദ ഓൺലി മോഡ് വിച്ച് ക്യാൻ ഗിവ് മാക്സിമം സർവീസ് ടു വൺ ആൻഡ് ഓൾ. ഏറ്റവും കൂടുതൽ സർവീസ് നൽകുന്ന ഒരു ടൈപ്പ് ട്രാൻസ്പോർട്ടേഷനാണ് റോഡ്. നമുക്കിങ്ങനെ പറയാം, ഇറ്റ് ഈസ് ഓൺലി മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ടു പ്രൊവൈഡ് ഡോർ ടു ഡോർ സർവീസ്. ഡോർ ടു ഡോർ സർവീസ് നൽകുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡാണ് റോഡ് എന്ന് പറയുന്നത്. ഈ 4 ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സിലും ഡോർ ടു ഡോർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് റോഡ്വേ മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓൺലി മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ടു പ്രൊവൈഡ് ഡോർ ടു ഡോർ സർവീസ്. അപ്പോൾ ഇവിടെ റോഡ്വേയിൽ ബൈക്ക്, കാറ്, ബസ്, ട്രക്ക് തുടങ്ങിയ വെഹിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. അപ്പോൾ റോഡാണ് ഇവിടെ പാസേജ് കൊടുത്തിട്ടുള്ളത്. റോഡിലൂടെ വെഹിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഈസി മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് റോഡ്വേ. നെക്സ്റ്റ് ഒരു റോഡ്വേയുടെ ഫിഗറാണ് തന്നിട്ടുള്ളത്. രണ്ടാമത്തെ ടൈപ്പാണ് റെയിൽവേസ്. These are steel tracks laid on the ground over which the train move. റെയിൽവേ ട്രാക്കിലൂടെ ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടാണ് റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. റെയിൽവേസ് ഹാവ് ബീൻ ഡെവലപ്ഡ് ബോത്ത് ഫോർ ലോങ് ആസ് വെൽ ആസ് ഷോർട്ട് ഡിസ്റ്റൻസ് ആൻഡ് ഫോർ അർബൻ ട്രാവൽസ്. ലോങ് ഡിസ്റ്റൻസും ഷോർട്ട് ഡിസ്റ്റൻസും ട്രാവൽ ചെയ്യാൻ വേണ്ടി റെയിൽവേസ് ഉപയോഗിക്കാറുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ബൈ റെയിൽവേ സിസ്റ്റം ഈസ് അഡ്വാൻറ്റേജസ് ഫോർ ലോങ്ങർ ഡിസ്റ്റൻസ്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയാണ് റെയിൽവേസ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വാട്ടർവേസ്. വെള്ളത്തിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷനാണ് വാട്ടർവേസ്. ദിസ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇൻക്ലൂഡ് ഓഷ്യൻസ്, റിവേഴ്സ്, canals and lakes. For the movement of ships and boats are used to transport men and material. ഓഷ്യൻ, റിവർ, കനാൽ, ലേക്ക് തുടങ്ങിയവയിലൂടെ ഷിപ്പ്, ബോട്ട് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന രീതിയാണ് വാട്ടർവേ. സ്പീഡ് ഓഫ് ദി സിസ്റ്റം ഈസ് ദ ലോവസ്റ്റ് എമംഗ് ദ 4 modes ഓഫ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ബട്ട് ദിസ് നീഡ്സ് മിനിമം എനർജി. മറ്റു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സിനെ അപേക്ഷിച്ച് സ്പീഡ് ഏറ്റവും കുറവാണ് വാട്ടർവേക്ക്. അതുപോലെ തന്നെ മിനിമം എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എയർവേസ്. എയർക്രാഫ്റ്റ് ആൻഡ് ഹെലികോപ്റ്റേഴ്സ് ആർ യൂസ് ദ എയർവേസ്. എയർക്രാഫ്റ്റും
ഹെലികോപ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് എയറിലൂടെ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ എയറിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡാണ് എയർവേ. Air system of transportation is the fastest and provides more comfort apart from saving time in transportation men and material. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡാണ് എയർവേ. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് വളരെ കോസ്റ്റ്ലിയാണ്. ഇറ്റ് ഈസ് ദ കോസ്റ്റ്ലിയസ്റ്റ് എമംഗ് ഓൾ ദ ഫോർ സിസ്റ്റം. മറ്റു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് വരുന്നതാണ് എയർവേസ്. ഓക്കെ, ഇതാണ് 4 തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സ്. നമ്മൾ ഈ മൊഡ്യൂളിൽ ഹൈവേ എഞ്ചിനീയറിംഗ് ആണ് മെയിനായിട്ട് നോക്കുന്നത്. റോഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഹൈവേ എഞ്ചിനീയറിംഗ്? It is the one of the important branch of transportation system which deals with the planning, design, construction and maintenance of a road system. ട്രാൻസ്പോർട്ടേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഒരു ബ്രാഞ്ചാണ് ഹൈവേ എഞ്ചിനീയറിംഗ്. ഇത് ഡീൽ ചെയ്യുന്നത് റോഡിൻ്റെ പ്ലാനിങ്, ഡിസൈന്, കൺസ്ട്രക്ഷൻ, മെയിൻ്റെനൻസ് എല്ലാമാണ്. ഇതെല്ലാം ചേർന്നതാണ് ഹൈവേ എഞ്ചിനീയറിംഗ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് റോഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള റോഡ് ഡെവലപ്മെൻ്റ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റോഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ റോഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇയേഴ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ 1927 ജയ്ക്കർ കമ്മിറ്റി രൂപീകരിച്ചു. റോഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് MR ജയ്ക്കറിൻ്റെ ചെയർമാൻഷിപ്പോട് കൂടിയാണ് ജയ്ക്കർ കമ്മിറ്റി 1927 രൂപീകരിച്ചത്. ഓക്കെ, നെക്സ്റ്റ് 1930 സെൻട്രൽ റോഡ് ഓർഗനൈസേഷൻ രൂപീകരിച്ചു. 1930 സെൻട്രൽ റോഡ് ഓർഗനൈസേഷൻ. 1934 IRC രൂപീകരിച്ചു. IRC എന്ന് പറയുന്നത് ഇന്ത്യൻ റോഡ് കോൺഗ്രസ്. റോഡിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടെക്നിക്കൽ ബോഡിയാണ് IRC. ഇത് രൂപീകരിച്ചത് 1934 ഇറ്റ് ഈസ് ദ പ്രീമിയർ ടെക്നിക്കൽ ബോഡി ഓഫ് ഹൈവേ എഞ്ചിനീയേഴ്സ് ഇൻ ദ കൺട്രി. റോഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ടെക്നിക്കൽ ബോഡിയാണ് IRC. 1934 ഇത് രൂപീകരിച്ചത്. IRCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ റോഡ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയെ ജയ്ക്കർ കമ്മിറ്റി എന്നും പറയുന്നുണ്ട്. ഇന്ത്യൻ റോഡ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ഈസ് നോൺ ആസ് ജയ്ക്കർ കമ്മിറ്റി. 1939 മോട്ടോർ വെഹിക്കിൾ ആക്ട് നിലവിൽ വന്നത്. മോട്ടോർ വെഹിക്കിൾ ആക്ട് നിലവിൽ വന്നത് 1939. അതിൽ റൂൾസുകളും റോഡിൻ്റെ വെഹിക്കിൾസിൻ്റെ റൂൾസൊക്കെ വരുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലാണ്. 1950 സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. 1950 സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. നെക്സ്റ്റ് 1956 നാഷണൽ ഹൈവേ ആക്ട് നിലവിൽ വന്നു. നാഷണൽ ഹൈവേ ആക്ട് 1956 നിലവിൽ വന്നത്. അതുപോലെ തന്നെ 1973 നാഷണൽ ഹൈവേ റിസർച്ച് ബോർഡ് നിലവിൽ വന്നു. അപ്പോൾ ഇതിലെ ഇയേഴ്സും അതുമായി ബന്ധപ്പെട്ട വന്ന കമ്മിറ്റികളും ഓർഗനൈസേഷൻസും കറക്റ്റായി മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് റോഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഒരു പ്ലാനാണ് 20-year പ്ലാൻ. 20-year പ്ലാൻ എന്ന് പറയുമ്പോൾ 20 years ആയിരിക്കും അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. റോഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് 20-year പ്ലാൻ നടപ്പിലായത് 1943 മുതൽ 1963 വരെയുള്ള കാലഘട്ടത്തിലാണ്. 1943 മുതൽ 63 വരെയുള്ള 20-year ഡ്യൂറേഷനിലാണ് ഫസ്റ്റ് 20-year പ്ലാൻ നടപ്പിലായത്. ഇത് നാഗ്പൂർ വെച്ച് നടന്നതുകൊണ്ട് തന്നെ ഇതിനെ നാഗ്പൂർ റോഡ് പ്ലാൻ എന്നും പറയുന്നു. ഫസ്റ്റ് 20-year പ്ലാനിനെ നാഗ്പൂർ റോഡ് പ്ലാൻ എന്നും പറയുന്നുണ്ട്. ഈ ഫസ്റ്റ് 20-year റോഡ് പ്ലാനിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 16 km/100
സ്ക്വയർ കിലോമീറ്റർ ഏരിയ ആണ്. 100 കിലോമീറ്റർ സ്ക്വയർ ഏരിയ എടുത്തു കഴിഞ്ഞാൽ 16 കിലോമീറ്റർ അതിൽ റോഡ് പ്രൊവൈഡ് ചെയ്യണം. ഇതായിരുന്നു ടാർഗറ്റ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് 20 ഇയർ പ്ലാനിൽ. ഓക്കെ, ഫസ്റ്റ് 20 ഇയർ പ്ലാൻ ചെയ്ത വർഷത്തിന് മുന്നേ തന്നെ നടപ്പിലാവുകയും അപ്പോൾ അത് 63യുടെ മുന്നേ 61ൽ തന്നെ അടുത്ത 20 ഇയർ പ്ലാന് സ്റ്റാർട്ട് ചെയ്യുകയും ഉണ്ടായി. സെക്കൻഡ് 20 ഇയർ പ്ലാൻ 1961 to 1981. 1961 മുതൽ 1981 വരെയുള്ള ഡ്യൂറേഷനിലാണ് സെക്കൻഡ് 20 ഇയർ പ്ലാൻ നടപ്പിലായത്. ഇതിനെ ബോംബെ റോഡ് പ്ലാൻ എന്നും പറയുന്നുണ്ട്. സെക്കൻഡ് 20 ഇയർ പ്ലാൻ ഈസ് ഓൾസോ നോൺ ആസ് ബോംബെ റോഡ് പ്ലാൻ. ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 32 കിലോമീറ്റർ പെർ 100 സ്ക്വയർ കിലോമീറ്റർ ഏരിയ. 100 സ്ക്വയർ കിലോമീറ്റർ ഏരിയ എടുത്തു കഴിഞ്ഞാൽ 32 കിലോമീറ്റർ റോഡ് പ്രൊവൈഡ് ചെയ്യണമെന്നതായിരുന്നു ഇതിൻ്റെ ടാർഗറ്റ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് 20 ഇയർ പ്ലാൻ 1981 മുതൽ 2001 വരെയുള്ള ഡ്യൂറേഷനിലാണ് തേർഡ് 20 ഇയർ പ്ലാൻ നടപ്പിലായത്. ഇതിനെ ലക്നൗ റോഡ് പ്ലാൻ എന്നും പറയുന്നുണ്ട്. തേർഡ് 20 ഇയർ പ്ലാൻ ഈസ് ഓൾസോ നോൺ ആസ് ലക്നൗ റോഡ് പ്ലാൻ. ലക്നൗ റോഡ് പ്ലാനിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 82 കിലോമീറ്റർ പെർ 100 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ആണ്. 100 സ്ക്വയർ കിലോമീറ്റർ ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിൽ 82 കിലോമീറ്റർ റോഡ് പ്രൊവൈഡ് ചെയ്യണമെന്നതായിരുന്നു തേർഡ് 20 ഇയർ പ്ലാനിൻ്റെ ടാർഗറ്റ്. ഓക്കെ, ഇപ്പോൾ 20 ഇയർ പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഇയേഴ്സും കറക്റ്റായി പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് റോഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റാണ് NHDP, നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. NHDPയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹൈവേ ഡെവലപ്മെൻ്റ് ആയിരുന്നു. നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് NHDP. ഓക്കെ, ഇത്രയാണ് നമുക്ക് റോഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇയേഴ്സ് കറക്റ്റായി പഠിക്കുക, ഫുൾ ഫോംസുകൾ കറക്റ്റായി മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് റോഡ്. ഇനി നമ്മൾ പഠിക്കുന്നത് റോഡ്, അതിൻ്റെ ക്രോസ് സെക്ഷൻ, അതിൻ്റെ ടെക്നിക്കൽ ടേംസ് അങ്ങനെയാണ്. ഓക്കെ, റോഡ് it is a public thoroughfare over pedestrian, cyclist and other vehicles etc. may move lawfully from one place to another is called a road or highway. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാനുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് റോഡ്. അത് പെഡസ്ട്രിയൻസ് ആവാം, അല്ലെങ്കിൽ സൈക്ലിസ്റ്റ് ആവാം, വെഹിക്കിൾസ് ആവാം, എന്താണെങ്കിലും മൂവ് ചെയ്യാനുള്ള ഒരു വേ ആണ് റോഡ്. നമ്മൾ ഈസി മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആയിട്ടാണ് റോഡിനെ കണക്കാക്കുന്നത്. എന്തൊക്കെയായിരിക്കും റോഡിൻ്റെ അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ, the roads facilitate movements of peoples, goods and raw materials etc. easily and speedily from one place to another. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആളുകളെയും സാധനങ്ങളെയും എല്ലാം ഈസിയായി ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഈസി മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡാണ് റോഡ്. നെക്സ്റ്റ്, they establish contact between towns and villages and economic growth. ടൗൺസും വില്ലേജസും ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് നിലനിർത്തുകയും അവിടെയുള്ള ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ്, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, they help in making social and cultural advancement of people. കൾച്ചറൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയും കൾച്ചറൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, they serve as a feeder for airways, railways and waterways. ഇപ്പോൾ ഒരു എയർപോർട്ടിലോട്ട് എത്തണം, ഇല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടേക്ക് എത്താനുള്ള ഒരു ആക്സസ് ആയിട്ടാണ് റോഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന മറ്റ് 3 ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സിലോട്ടും എത്തണമെങ്കിൽ നമുക്ക് അവിടെ എത്താനുള്ള ഒരു ഫീഡറായിട്ടാണ്, അവിടെ എത്താനുള്ള ഒരു ആക്സസ് ആയിട്ട് റോഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, they serve as a feeder for airways, railways and waterways. Next point, they enhance land value and thus help in bringing better revenue. ഒരു പ്ലോട്ടിൻ്റെ അടുത്തൊരു റോഡ് ഉണ്ടെങ്കിൽ അവിടെയുള്ള പ്ലോട്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, ലാൻഡ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ എൻഹാൻസ് ലാൻഡ് വാല്യൂ ആൻഡ് ദിസ് ഹെൽപ്പ് ഇൻ ബ്രിങ്ങിങ് ബെറ്റർ റവന്യൂ.
ഇതൊക്കെയാണ് റോഡിൻ്റെ അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ടെക്നിക്കൽ ടേംസ്. റോഡുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ ടേംസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ലാൻഡ് വിഡ്ത്ത്. The total width of land acquired for the road along its alignment. ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ട ടോട്ടൽ വിഡ്ത്തിനെയാണ് ലാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റൈറ്റ് ഓഫ് വേ. ലാൻഡ് വിഡ്ത്തിനെ പറയുന്ന മറ്റൊരു പേരാണ് റൈറ്റ് ഓഫ് വേ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ റോഡ് ആൻഡ് ഇറ്റ്സ് എ പോസിബിൾ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്. നമ്മൾ ഫ്യൂച്ചറിലെ ഡെവലപ്മെൻ്റ് എല്ലാം കണക്കാക്കിയാണ് ലാൻഡ് വിഡ്ത്ത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ലാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ടോട്ടൽ വിഡ്ത്ത് ഓഫ് ലാൻഡ് അക്വയേർഡ് ഫോർ ദ റോഡ് അലോങ് ഇറ്റ്സ് അലൈൻമെൻറ്റ്. റോഡിന് ആവശ്യമായിട്ടുള്ള ടോട്ടൽ വിഡ്ത്താണ് ലാൻഡ് വിഡ്ത്ത്. റോഡിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാലുള്ള അതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് ആയിരിക്കും അതിൻ്റെ ലാൻഡ് വിഡ്ത്ത്. നെക്സ്റ്റ് ഒരു റോഡിൻ്റെ ക്രോസ് സെക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതാണ് ലാൻഡ് വിഡ്ത്ത്, ടോട്ടൽ വിഡ്ത്താണ്. ലാൻഡ് വിഡ്ത്ത് ഓർ റൈറ്റ് ഓഫ് വേ, ടോട്ടൽ വിഡ്ത്താണ് ലാൻഡ് വിഡ്ത്ത്. അതിന് മുകളിലായിട്ട് ഇവിടെ റോഡ് കാണിച്ചിട്ടുണ്ട്, റോഡ് വേ ആണ് ബി എന്ന് കാണിച്ചിട്ടുള്ളത്. സി കാരേജ് വേ, റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതാണ് ഡി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇ എന്ന് പറയുന്നത് ആർബോറിക്കൾച്ചറാണ്. എഫ് ഫോർമേഷൻ, ജി ഷോൾഡർ, എച്ച് കേമ്പർ, ജെ എന്ന് പറയുന്നത് ക്രൗൺ. ഇത്രയാണ് ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ടേം കാരേജ് വേ. ഒരു റോഡ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ വെഹിക്കുലർ ട്രാഫിക് പോകുന്ന ഭാഗത്തിനെയാണ് കാരേജ് വേ എന്ന് പറയുന്നത്. The portion of the roadway designed or constructed for vehicular traffic is called carriageway. വെഹിക്കിൾസ് പോകുന്ന ആ പോർഷനാണ് കാരേജ് വേ. ആസ് പെർ IRC, മാക്സിമം വിഡ്ത്ത് ഓഫ് വെഹിക്കിൾ ഈസ് 2.44 മീറ്റർ. IRC പ്രകാരം ഒരു റോഡിലൂടെ പോകുന്ന വെഹിക്കിൾസിൻ്റെ മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 2.44 മീറ്റർ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എക്സാമുകൾക്കൊക്കെ വരാറുണ്ട്. കാരേജ് വേ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ വിഡ്ത്ത് ഓഫ് വെഹിക്കിൾ എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇപ്പോൾ റോഡിൻ്റെ ഭാഗം കാണിച്ചിട്ടുണ്ട്, അതിൽ വെഹിക്കിൾസ് പോകുന്ന ഭാഗം കാരേജ് വേ ആണ്, അത് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഷോൾഡർ. ദ സ്പേസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ കാരേജ് വേ ടു പ്രൊട്ടക്ട് ദ റോഡ് ഈസ് നോൺ ആസ് ഷോൾഡർ. കാരേജ് വേയുടെ രണ്ട് സൈഡിലുമായിട്ട് റോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സ്പേസ് ആണ് ഷോൾഡർ. ദ വിഡ്ത്ത് ഓഫ് ഈച്ച് ഷോൾഡേഴ്സ് വേരി ഫ്രം 1.25 മീറ്റർ ടു 2 മീറ്റർ. ഷോൾഡറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.25 മീറ്റർ മുതൽ 2 മീറ്റർ വരെയാണ്. താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, അതിൽ സെൻറ്ററിൽ വെഹിക്കിൾസ് പോകുന്ന ഭാഗമാണ് കാരേജ് വേ. രണ്ട് സൈഡിലുമായിട്ട് എസ് എന്ന ലെറ്റർ വെച്ചാണ് ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ വിഡ്ത്താണ് 1.25 മുതൽ 2 മീറ്റർ വരെ. നെക്സ്റ്റ് റോഡ് വേസ്. ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് റോഡ് യൂസ്ഡ് ഫോർ ദ ട്രാഫിക് ആൻഡ് ഇൻക്ലൂഡ്സ് കാരേജ് വേ. റോഡിലൂടെ വെഹിക്കിൾസ് പോകുന്ന ഭാഗമാണ് റോഡ് വേ. ഇതിൽ കാരേജ് വേയും ഉൾപ്പെടുന്നുണ്ട്. ടോപ്പ് മോസ്റ്റ് പോർഷനാണ്, വെഹിക്കിൾസ് പോകുന്ന ടോപ്പ് ഭാഗമാണ് റോഡ് വേ. നെക്സ്റ്റ് ഒരു റോഡിൻ്റെ ക്രോസ് സെക്ഷൻ കാണിച്ചിട്ടുണ്ട്, അതിൽ സെൻറ്ററിൽ വെഹിക്കിൾസ് പോകുന്ന ആ ഭാഗം കാരേജ് വേ കാണിച്ചിട്ടുണ്ട്. കാരേജ് വേയുടെ രണ്ട് സൈഡിലും കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്, അതാണ് ഷോൾഡർ. കാരേജ് വേ ഷോൾഡർ എല്ലാം കൂടിയ ഭാഗം റോഡിൻ്റെ ടോപ്പ് മോസ്റ്റ് പോർഷനാണ് റോഡ് വേ. വെഹിക്കിൾസ് പോകുന്ന ടോപ്പ് മോസ്റ്റ് പോർഷനാണ് റോഡ് വേ. ഓക്കെ, നെക്സ്റ്റ് ഡ്രെയിനേജ്. റിമൂവൽ ആൻഡ് ഡൈവേർഷൻ ഓഫ് വാട്ടർ ഫ്രം എ ഹൈവേ ഈസ് കോൾഡ് ഹൈവേ ഡ്രെയിനേജ്. റോഡിൽ നിന്ന് വെള്ളത്തിനെ ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. റെയിൻ വാട്ടറിനെ ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, റോഡ് സൈഡിൽ കൊടുത്ത ഡ്രെയിനേജാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ആർബോറിക്കൾച്ചർ. റോഡ് സൈഡിലായിട്ടുള്ള മരങ്ങൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ള ഈ മരങ്ങൾ തന്നെയാണ് ആർബോറിക്കൾച്ചർ. പ്ലാന്റിംഗ് ട്രീസ് ഓൺ ദ
റോഡ് സൈഡ് ഈസ് കോൾഡ് ആർബോറിക്കൾച്ചർ. റോഡ് സൈഡിലുള്ള മരങ്ങളാണ് ആർബോറിക്കൾച്ചർ. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. റോഡിൻ്റെ 2 സൈഡുകളിലായിട്ട് മരം കാണാനുണ്ട്. അതാണ് ആർബോറിക്കൾച്ചർ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ടേമാണ് കേംബർ. ഒരു റോഡിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും റോഡിൻ്റെ സെൻറ്റർ ഭാഗത്തിന് കുറച്ച് റൈസ് ചെയ്തിട്ടായിരിക്കും എഡ്ജിലോട്ട് വരുമ്പോൾ അത് ഡിക്രീസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെയാണ് കേംബർ. The slope provided to the road surface in transverse direction is called camber or cross fall of a road. ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ കൊടുക്കുന്ന സ്ലോപ്പിനെയാണ് കേംബർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ ക്രോസ് ഫോൾ എന്നും പറയാറുണ്ട്. എന്തിനു വേണ്ടിയായിരിക്കും കേംബർ പ്രൊവൈഡ് ചെയ്യുന്നത്? റെയിൻ വാട്ടർ വരുമ്പോൾ അതിനെ ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് കേംബർ കൊടുക്കുന്നത്. റോഡ് സർഫസിൽ നിന്നും റെയിൻ വാട്ടറിനെ ഡ്രെയിൻ ഔട്ട് ചെയ്യാനാണ് കേംബർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡഡ് ടു ഡ്രെയിൻ ഔട്ട് ദ റെയിൻ വാട്ടർ ഫ്രം ദ കാരേജ് വേ. കാരേജ് വേയിൽ നിന്നും റെയിൻ വാട്ടറിനെ ഡ്രെയിൻ ഓഫ് ചെയ്യാൻ വേണ്ടിയാണ് കേംബർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിലുള്ള ഭാഗമാണ് കേംബർ. സെൻറ്റർ ഭാഗത്ത് റൈസ് ചെയ്തിട്ടാണ് എഡ്ജിലോട്ട് വരുമ്പോൾ അത് ഡിക്രീസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ടേമാണ് ക്രൗൺ. ഒരു റോഡിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിനെയാണ് ക്രൗൺ എന്ന് പറയുന്നത്. ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് എ ക്രോസ് സെക്ഷൻ ഓഫ് എ ഹൈവേ ഈസ് കോൾഡ് ക്രൗൺ. റോഡ് ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹയസ്റ്റ് പോയിൻ്റാണ് ക്രൗൺ. താഴെ ഫിഗറിൽ ക്രൗൺ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും സെൻറ്റർ മോസ്റ്റ് ഹയർ പോർഷനാണ് ക്രൗൺ. നെക്സ്റ്റ് ടേം ഫോർമേഷൻ. ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി എർത്ത് വർക്ക് പ്രിപ്പയർ ചെയ്യും. ആ പോർഷനാണ് ഫോർമേഷൻ. ദ പ്രിപ്പയർഡ് സർഫസ് ടു ദ ഗ്രൗണ്ട് ഇൻ ഇറ്റ്സ് ഫൈനൽ ഷേപ്പ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് എർത്ത് വർക്ക്. ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി എർത്ത് വർക്കൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ആ ഫൈനൽ സ്റ്റേജിലുള്ള ഭാഗമാണ് ഫോർമേഷൻ. ഓക്കെ, താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. റോഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എർത്ത് വർക്ക് കംപ്ലീറ്റഡ് ആണ്. ഉള്ള ഈ ഭാഗമാണ് ഫോർമേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഫോർമേഷൻ വിഡ്ത്ത്. ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത് കാരേജ് വേയും ഷോൾഡേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത ടോട്ടൽ വിഡ്ത്ത് ആയിരിക്കും. ഇറ്റ് ഈസ് ദ സം ഓഫ് ദ വിഡ്ത്ത് ഓഫ് കാരേജ് വേ ആൻഡ് ഷോൾഡേഴ്സ് ഓൺ ബോത്ത് സൈഡ്. കാരേജ് വേയും ഷോൾഡറും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ടോട്ടൽ വിഡ്ത്താണ് ഫോർമേഷൻ വിഡ്ത്ത്. ഇറ്റ് ഈസ് ദ ടോപ്പ് വിഡ്ത്ത് ഓഫ് ഹൈവേ എംബാങ്ക്മെൻറ്റ്. ഒരു ഹൈവേ എംബാങ്ക്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് വിഡ്ത്താണ് ഫോർമേഷൻ വിഡ്ത്ത്. ഓക്കെ, താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സെൻറ്ററിൽ കാരേജ് വേ കാണിച്ചിട്ടുണ്ട്, 2 സൈഡിലും ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ വിഡ്ത്താണ് ഫോർമേഷൻ വിഡ്ത്ത്. നെക്സ്റ്റ് ടേം അലൈൻമെൻറ്റ്. The layout or route of the center line of the road on the ground is called alignment of the road. ഒരു റോഡിൻ്റെ സെൻറ്റർ ലൈൻ അല്ലെങ്കിൽ റൂട്ട് ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യുന്നതിനെയാണ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി കെയർഫുള്ളി ഡിസൈഡഡ് ബിഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്. ഒരു റോഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അലൈൻമെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രോപ്പറായി ഡിസൈൻ ചെയ്തിട്ടാണ് അലൈൻമെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടേമാണ് സബ് ബേസ്. എ ലെയർ ഓഫ് ബ്രോക്കൺ സ്റ്റോൺസ് പ്ലേസ്ഡ് ഓവർ ദ സബ്ഗ്രേഡ് ടു ഗിവ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ടു ദ പേയ്മെൻറ്റ് ഈസ് കോൾഡ് സബ് ബേസ്. സബ്ഗ്രേഡിന് മുകളിലായിട്ട് ബ്രോക്കൺ സ്റ്റോൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെയാണ് സബ് ബേസ് എന്ന് പറയുന്നത്. റോഡ് വർക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആദ്യം എർത്ത് വർക്ക് കംപ്ലീറ്റ് ആവും, അതിനുശേഷം ബ്രോക്കൺ സ്റ്റോൺസ് അതിൽ പ്ലേസ് ചെയ്യും. ആ ഭാഗമാണ് സബ്ഗ്രേഡ്. ഒരു പേയ്മെൻറ്റിന് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് സബ് ബേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ലെയർ. സബ് ബേസ് എന്ന് പറയുന്നത് ഒരു റോഡിൻ്റെ ഫൗണ്ടേഷൻ ലെയർ ആണ്. ദീസ് ആർ യൂസ്ഡ് അണ്ടർ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് ടു ഇംപ്രൂവ് ദെയർ ലോഡ് സപ്പോർട്ടിംഗ് കപ്പാസിറ്റി. സാധാരണ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൽ ലോഡ് സപ്പോർട്ടിംഗ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ സബ് ബേസ് എന്ന് പറയുന്നത്
സബ് ഗ്രേഡിന് മുകളിലായിട്ട് കൊടുക്കുന്ന ഒരു ബ്രോക്കൺ സ്റ്റോണിൻ്റെ ലെയറാണ്. ഓക്കെ. നെക്സ്റ്റ് ഒരു റോഡിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ താഴെയായിട്ട് സബ് ഗ്രേഡ് കാണാനുണ്ട്. അതിന് മുകളിലായിട്ട് കൊടുത്ത ഭാഗമാണ് സബ് ബേസ്. സബ് ബേസിന് മുകളിലുള്ള ഭാഗമാണ് റോഡ് ബേസ്. നെക്സ്റ്റ് ബൈൻഡർ കോഴ്സ്, വിയറിംഗ് കോഴ്സ്. സബ് ബേസ്, ബേസ്, ബൈൻഡർ കോഴ്സ്, വിയറിംഗ് കോഴ്സ്, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. നെക്സ്റ്റ് ബേസ് കോഴ്സ്. ബേസ് കോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലെയർ ഓഫ് റോഡ് സ്ട്രക്ചർ ലെയ്ഡ് ഓവർ ദ സോയിലിംഗ് ഓർ ലെയർ വിച്ച് ലൈസ് ഇമ്മീഡിയറ്റ്ലി അണ്ടർ ദ വിയറിംഗ് കോഴ്സ് ഈസ് കോൾഡ് ദ ബേസ് കോഴ്സ്. വിയറിംഗ് കോഴ്സിന് തൊട്ട് താഴെ വരുന്ന ഭാഗമാണ് ബേസ് കോഴ്സ്. സബ് ബേസിന് മുകളിലായിട്ടാണ് ബേസ് കോഴ്സ് വരുന്നത്. നെക്സ്റ്റ് ബേസ് കോട്ട്. The intermediate layer between the base course and wearing coat is called base coat. ബേസ് കോഴ്സിൻ്റെയും വിയറിംഗ് കോട്ടിൻ്റെ ഇടയിൽ വരുന്ന ഒരു ലെയറാണ് ബേസ് കോട്ട്. ഇതൊരു ഓപ്ഷണബിൾ കോട്ടാണ്. ഇറ്റ് ഈസ് ആൻ ഓപ്ഷണബിൾ കോട്ട്. നെക്സ്റ്റ് സർഫസിങ് ഓർ വിയറിംഗ് കോഴ്സ്. ഒരു റോഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഏറ്റവും മുകളിലായിട്ടുള്ള ലെയറാണ് സർഫസിങ് കോഴ്സ് അല്ലെങ്കിൽ വിയറിംഗ് കോഴ്സ്. The topmost layer on which the traffic directly travels is called road surfacing. ഒരു റോഡ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഏറ്റവും മുകളിൽ വരുന്ന ഭാഗമാണ് സർഫസിങ് അല്ലെങ്കിൽ വിയറിംഗ് കോഴ്സ്. മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്, സർഫസ് കോഴ്സിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് വെഹിക്കിൾസിന് സ്മൂത്തായിട്ട് റണ്ണിങ് കൊടുക്കുക, അതുപോലെ തന്നെ സ്മൂത്ത് സർഫസ്, സ്റ്റേബിൾ സർഫസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. മെയിൻ ഫങ്ഷൻ ഈസ് ടു പ്രൊവൈഡ് സ്മൂത്ത് ആൻഡ് സ്റ്റേബിൾ റണ്ണിങ് സർഫസ്. വിയറിംഗ് കോഴ്സിനെ കാർപ്പറ്റ് എന്നും പറയാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കാർപ്പറ്റ്. ഓക്കെ. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടെ സബ് ബേസ്, ബേസ്, അതിന് മുകളിലുള്ള ഭാഗമാണ് സർഫസ് കോഴ്സ്. നെക്സ്റ്റ് ബൈൻഡർ കോഴ്സ്. An intermediate course of asphalt mix between the base course and wearing course is called binder course. ബൈൻഡർ കോഴ്സ് എന്ന് പറയുന്നത് ആസ്ഫാൾട്ട് മിക്സിൻ്റെ ഒരു ലെയറാണ് ബൈൻഡർ കോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. വിയറിംഗ് കോഴ്സിൻ്റെയും ബേസ് കോഴ്സിൻ്റെ ഇടയിലായിട്ടാണ് ബൈൻഡർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ബിറ്റുമിൻ. It is a viscous material having adhesive properties obtained either natural or refinery process and it is soluble in carbon disulfide. ഒരു ബ്ലാക്ക് കളറിലുള്ള വിസ്കസ് മെറ്റീരിയലാണ് ബിറ്റുമിൻ. പെട്രോളിയത്തിൻ്റെ ഡിസ്റ്റിലേഷനൊക്കെ വഴി കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ബിറ്റുമിൻ. റോഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു വിസ്കസ് മെറ്റീരിയലാണ് ബിറ്റുമിൻ. ഇത് കാർബൺ ഡൈ സൾഫൈഡിലാണ് സോലുബിൾ ആവുന്നത്. ഇത് എക്സാമ്പിൾക്ക് ചോദിക്കാറുണ്ട്. ബിറ്റുമിൻ സോലുബിൾ ഇൻ കാർബൺ ഡൈ സൾഫൈഡ്. നെക്സ്റ്റ് കട്ട് ബാക്ക് ബിറ്റുമിൻ. കട്ട് ബാക്ക് ബിറ്റുമിൻ എന്ന് പറയുന്നത് the bitumen whose viscosity has reduced by an volatile diluent is called cut back bitumen. ബിറ്റുമിൻ്റെ വിസ്കോസിറ്റി റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് കട്ട് ബാക്ക് ബിറ്റുമിൻ. ഇതിൻ്റെ വിസ്കോസിറ്റി കുറയ്ക്കാൻ വേണ്ടി കെറോസിനൊക്കെ ആഡ് ചെയ്തിട്ടാണ് വിസ്കോസിറ്റി കുറയ്ക്കുന്നത്. അങ്ങനെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് കട്ട് ബാക്ക് ബിറ്റുമിൻ. ഓക്കെ. നെക്സ്റ്റ് ആസ്ഫാൾട്ട്. ഇറ്റ് ഈസ് ദ മിക്സ്ചർ ഓഫ് റീഫൈനറി ബിറ്റുമൻ ആൻഡ് ഇനേർട്ട് മിനറൽ മാറ്റർ. ബിറ്റുമിൻ്റെയും മിനറൽസും എല്ലാം മിക്സ് ചെയ്ത് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ആസ്ഫാൾട്ട്. ബ്ലാക്ക് കളറിലുള്ള ഒരു മെറ്റീരിയലാണ് ആസ്ഫാൾട്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബൈൻഡിങ് മെറ്റീരിയൽ ഡ്യൂറിങ് ദ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്. റോഡ് ഉണ്ടാക്കുമ്പോൾ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ ആസ്ഫാൾട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ റോഡിൻ്റെ സ്ട്രെങ്ത് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് മാസ്റ്റിക് ആസ്ഫാൾട്ട്. A mixture of bitumen, fine aggregate and pillar in suitable proportion which gives a voidless and impermeable mass is called mastic asphalt.
റോഡിൻ്റെ ഡ്യൂറബിലിറ്റി സ്ട്രെങ്ത് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ആണ് മാസ്റ്റിക് ആസ്ഫാൾട്ട് കൊടുക്കുന്നത്. മാസ്റ്റിക് ആസ്ഫാൾട്ട് എന്ന് പറയുന്നത് ബിറ്റുമിൻ്റെയും ഫൈൻ അഗ്രിഗേറ്റിൻ്റെയും പില്ലർ മെറ്റീരിയലിൻ്റെയും ഒരു മിക്സ്ചറാണ്. അങ്ങനെ മിക്സ് ചെയ്ത് സ്യൂട്ടബിൾ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന വോയിഡ്ലെസ് ആയിട്ടുള്ള ഇംപെർമിയബിൾ മാസ് ആണ് മാസ്റ്റിക് ആസ്ഫാൾട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിലുള്ള, അതിലൊരു 20 ടെക്നിക്കൽ ടേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഈ ഫസ്റ്റ് പഠിച്ച ഈ ഭാഗം നമുക്ക് സമ്മറി ചെയ്ത് നോക്കാം. റോഡ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് എന്താ ട്രാൻസ്പോർട്ടേഷൻ എന്ന് നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മെന്നിനെയും മെറ്റീരിയലിനൊക്കെ കൺവേ ചെയ്യാനാണ് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് 4 എണ്ണമാണ് ഉള്ളത്: റോഡ് വേസ്, റെയിൽവേസ്, വാട്ടർ വേസ് ആൻഡ് എയർവേസ്. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു റോഡ് ഡെവലപ്മെൻ്റ് ആണ് ഡിസ്കസ് ചെയ്തത്. 1927 ജെയ്ക്കർ, MR ജെയ്ക്കറിൻ്റെ ചെയർമാൻഷിപ്പിൽ ജെയ്ക്കർ കമ്മിറ്റി രൂപീകരിച്ചു. 1930 സെൻട്രൽ റോഡ് ഓർഗനൈസേഷൻ രൂപീകരിച്ചു. 34 ഇന്ത്യൻ റോഡ് കോൺഗ്രസ് IRC രൂപീകരിച്ചത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് ന്യൂഡൽഹി. 1939 മോട്ടോർ വെഹിക്കിൾ ആക്ട് നിലവിൽ വന്നു. 1950 സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നു. 1956 നാഷണൽ ഹൈവേ ആക്ട് നിലവിൽ വന്നു. 1973 നാഷണൽ ഹൈവേ റിസർച്ച് ബോർഡ് നിലവിൽ വന്നു. എത്ര ഇയേഴ്സ് നമ്മൾ ഫസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. അതിനുശേഷം 20 ഇയർ പ്ലാനുകളാണ് പറഞ്ഞത്. ഫസ്റ്റ് 20 ഇയർ പ്ലാൻ 1943 to 63 വരെയാണ്. നാഗ്പൂരിലാണ് ഉണ്ടായത്, അതുകൊണ്ട് തന്നെ അതിന് നാഗ്പൂർ റോഡ് പ്ലാൻ എന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് 20 ഇയർ പ്ലാൻ 1961 മുതൽ 1981 വരെയാണ്. ബോംബെ റോഡ് പ്ലാൻ എന്ന് പറയുന്നുണ്ട്. തേർഡ് 20 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 1981 to 2001 വരെയാണ്. ലക്നൗ റോഡ് പ്ലാൻ എന്നും ഇതിനെ പറയുന്നു. NHDP എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റാണ്. പിന്നെ നമ്മൾ ടെക്നിക്കൽ ടേംസ് ആണ് പരിചയപ്പെട്ടത്. 20 ടെക്നിക്കൽ ടേംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ലാൻഡ് വിഡ്ത്ത്. റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിലുള്ള ടോട്ടൽ വിഡ്ത്തിനെയാണ് ലാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ടോട്ടൽ വിഡ്ത്ത് ഓഫ് ലാൻഡ് ആണ് ലാൻഡ് വിഡ്ത്ത്. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് റൈറ്റ് ഓഫ് വേ. നെക്സ്റ്റ് കാരേജ് വേ. റോഡിൽ വെഹിക്കിൾസ് പോകുന്ന ഭാഗമാണ്, വെഹിക്കുലർ ട്രാഫിക് പോകുന്ന പോർഷനെയാണ് കാരേജ് വേ എന്ന് പറയുന്നത്. പോർഷൻ ഓഫ് റോഡ് കൺസ്ട്രക്റ്റഡ് ഫോർ വെഹിക്കുലർ ട്രാഫിക് ഈസ് കോൾഡ് കാരേജ് വേ. കാരേജ് വേയുടെ 2 സൈഡിലായിട്ട് കൊടുക്കുന്ന ഒരു സ്പേസ് ആണ് ഷോൾഡർ. 1.25 മുതൽ 2 മീറ്റർ വരെയാണ് ഷോൾഡേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. വെഹിക്കിൾസ് പോകുന്ന ടോപ്പ് സർഫസ് കാരേജ് വേയും എല്ലാം ഉൾപ്പെടുന്ന ഭാഗമാണ് റോഡ് വേ. നെക്സ്റ്റ് ഡ്രെയിനേജ്. റെയിൻ വാട്ടറിനെ ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. റോഡിൻ്റെ 2 സൈഡിലായിട്ട് ഉള്ള മരങ്ങളെയാണ് ആർബോറിക്കൾച്ചർ എന്ന് പറയുന്നത്. അങ്ങനെ പ്ലാന്റിങ് ചെയ്യുന്ന ട്രീസിനെയാണ് ആർബോറിക്കൾച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കെയിംബർ. സ്ലോപ്പ് കൊടുക്കുന്നത്, റോഡിൻ്റെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ കൊടുക്കുന്ന സ്ലോപ്പാണ് കെയിംബർ. റെയിൻ വാട്ടറിനെ ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് റോഡിൽ കെയിംബർ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്രൗൺ. ഒരു റോഡിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റാണ് ക്രൗണ്. ഒരു റോഡ് വർക്ക് ചെയ്യുമ്പോൾ അതിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള എർത്ത് വർക്ക്, അതിൻ്റെ മൊത്തത്തിലുള്ള ആ പോർഷനാണ് ഫോർമേഷൻ. ടോട്ടൽ വിഡ്ത്താണ്, ഷോൾഡേഴ്സും അതുപോലെ കാരേജ് വേ എല്ലാം കൂട്ടിയിട്ടുള്ള ടോട്ടൽ വിഡ്ത്താണ് ഫോർമേഷൻ വിഡ്ത്ത്. ഇനി റോഡിൽ അതിൻ്റെ റൂട്ടും ഒക്കെ അലൈൻ ചെയ്യുകയാണ്, സെറ്റ് ഔട്ട് ചെയ്യുക, അതിനെയാണ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ലേഔട്ടും റൂട്ടൊക്കെ സെറ്റ് ചെയ്യുന്നതിനെയാണ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് സബ് ബേസ്, ബേസ്, സർഫസ് കോട്ട്, അങ്ങനെ ഉള്ള 3 ടേംസാണ്. ബേസ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു ബ്രോക്കൺ സ്റ്റോണിൻ്റെ ലെയറാണ്. സബ് ഗ്രേഡിന് മുകളിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രോക്കൺ സ്റ്റോണിൻ്റെ ലെയറാണ് സബ് ബേസ്. സബ് ബേസിന് മുകളിലായിട്ടാണ് ബേസ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. റോഡ് സ്ട്രക്ചറിൻ്റെ, അതായത് ബേസിൻ്റെയും മുകളിലുള്ള വിയറിംഗ് കോഴ്സിൻ്റെ ഇടയിലുള്ള ഒരു ലെയറാണ് ബേസ് കോഴ്സ്. ബേസ് കോട്ട് ഒരു ഓപ്ഷണബിൾ കോട്ടാണ്. സർഫസിങ് കോട്ട് എന്ന് പറയുന്നത് ഏറ്റവും മുകളിലായിട്ടുള്ള ഭാഗമാണ് സർഫസിങ് കോഴ്സ്. പിന്നെ ബൈൻഡർ കോഴ്സാണ്, ഇൻ്റർമീഡിയറ്റ് കോഴ്സാണ്. ആസ്ഫാൾട്ട് മിക്സിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. ബേസിൻ്റെയും വിയറിംഗ് കോഴ്സിൻ്റെ ഇടയിലായിട്ടാണ് ബൈൻഡർ കോഴ്സ് കൊടുക്കുന്നത്. വിസ്കസ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ബിറ്റുമിൻ. അഡേസീവ് പ്രോപ്പർട്ടിക്ക് കൊടുക്കുന്ന നാച്ചുറൽ അല്ലെങ്കിൽ റീഫൈനറി പ്രോഡക്റ്റാണ്, പെട്രോളിയത്തിൻ്റെയൊക്കെ ഒരു പ്രൊഡക്റ്റാണ് ബിറ്റുമിൻ.
ആ ബിറ്റുമിൻ്റെ വിസ്കോസിറ്റി റെഡ്യൂസ് ചെയ്ത് വളറ്റിയ ഡാലുവൻസ് കെറോസിനൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് കട്ട് ബാക്ക് ബിറ്റുമിൻ. പിന്നെ പറഞ്ഞു ആസ്ഫാൾട്ട് എന്ന് പറയുന്നത് ബിറ്റുമിൻ്റെ ഒരു റീഫൈനറി പ്രൊഡക്റ്റാണ്. അതിൻ്റെ ഒരു മിക്സ്ചറായിട്ടാണ് ബിറ്റുമിൻ്റെയും ഇനേർട്ട് മെറ്റീരിയൽസിൻ്റെയും മിക്സ്ചറാണ് ആസ്ഫാൾട്ട്. ബിറ്റുമിൻ്റെയും ഫൈൻ അഗ്രിഗേറ്റിൻ്റെയും ഫില്ലർ മെറ്റീരിയലിൻ്റെയും ഒരു മിക്സ്ചറാണ്. വോയിഡ്ലെസ് ആയിട്ടുള്ള ഇംപെർമിയബിൾ മാസ് ആണ് മാസ്റ്റിക് ആസ്ഫാൾട്ട്. അത്രയാണ് നമ്മൾ ടെക്നിക്കൽ ടേംസിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ഈ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, IRC വാസ് സെറ്റപ്പ് ഇൻ. IRC നിലവിൽ വന്നത് എന്നാണ്? അതിൻ്റെ ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോർഷൻ ഓഫ് എ റോഡ് സർഫസ് വിച്ച് ഈസ് യൂസ്ഡ് ബൈ വെഹിക്കുലർ ട്രാഫിക് ഈസ് നോൺ ആസ് ഡാഷ്. ഒരു റോഡിലെ വെഹിക്കിൾസ് പോകുന്ന പോർഷൻ എന്താണ് പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടോപ്പ് ഓഫ് ദ ഗ്രൗണ്ട് വിച്ച് ദ ഫൗണ്ടേഷൻ ഓഫ് ദ റോഡ് റെസ്റ്റ്. റോഡിൻ്റെ ഫൗണ്ടേഷൻ റെസ്റ്റ് ചെയ്യുന്ന ഭാഗം ഏതാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹയസ്റ്റ് പോയിന്റ് ഓൺ റോഡ് ഈസ് കോൾഡ്. ഒരു റോഡിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹയസ്റ്റ് പോയിന്റിന് എന്താണ് പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ ലാൻഡ് എക്വയേർഡ് ഫോർ ദ റോഡ് അലോങ് ഇറ്റ്സ് അലൈൻമെൻറ്റ് ഈസ് കോൾഡ്. ഒരു റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ടോട്ടൽ ലെങ്തിനെ എന്താണ് പറയുന്നത്? ഓക്കെ, തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് കറക്റ്റായി എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലാന്റിംഗ് ട്രീസ് ഓൺ ദ റോഡ് സൈഡ് ഈസ് കോൾഡ്. റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ള ട്രീസിന് എന്താണ്, അതിന് മരങ്ങൾ വയ്ക്കുന്നതിന് എന്താണ് പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ലോപ്പ് പ്രൊവൈഡഡ് ടു ദ റോഡ് സർഫസ് ഇൻ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ കൊടുക്കുന്ന സ്ലോപ്പ്, റോഡിൽ കൊടുക്കുന്ന സ്ലോപ്പിന് എന്താണ് പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പേസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ കാരേജ് വേ ടു പ്രൊട്ടക്ട് ദ റോഡ് ഈസ് നോൺ ആസ്. കാരേജ് വേയുടെ രണ്ട് സൈഡിലും കൊടുക്കുന്ന സ്പേസിന് എന്താണ് പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോർഷൻ ഓഫ് ദ റോഡ് യൂസ്ഡ് ഫോർ ട്രാഫിക് ആൻഡ് ഇൻക്ലൂഡ്സ് കാരേജ് വേ ഈസ് കോൾഡ്. റോഡിൽ വെഹിക്കിൾസ് പോകുന്ന കാരേജ് വേ എല്ലാം ഉൾപ്പെടുന്ന ആ ഭാഗത്തിന് എന്താണ് പറയുന്നത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ IRC മാക്സിമം വിഡ്ത്ത് ഓഫ് വെഹിക്കിൾ ഷുഡ് ബി. IRC പ്രകാരം വിഡ്ത്ത് ഓഫ് വെഹിക്കിൾ എത്രയാണ് മാക്സിമം ഉള്ളത്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് കറക്റ്റായി ചൂസ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ റോഡ് എഞ്ചിനീയറിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇയേഴ്സ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, 20 ടെക്നിക്കൽ ടേംസാണ് പരിചയപ്പെട്ടത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.